ഇതൊന്നിപ്പോൾ ഇന്ന് ചാക്കും കെട്ടുന്നല്ലേ. ചാക്കും കെട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ പയ്യന്നൂർ പോയി സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ അവർ ചാക്കിൽ കെട്ടിയിട്ട് തന്നിട്ട് സാധനം തന്നിനി. അപ്പോൾ ഇത് ഓണത്തിൻ്റെ സാധനമെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സാധനം തന്നെ. പക്ഷേ ഒരു ഗംഭീരമായിട്ടുള്ള ഓണമൊന്നും ഇക്കൊല്ലം ഇല്ല. പിന്നെ എല്ലാ മാസവും സാധനം വാങ്ങാൻ പോകുന്ന പോലെ ഈ മാസം വാങ്ങിയേ ഇല്ലൂ. ഇതിലിപ്പോൾ കാര്യമായിട്ടില്ലയെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനം, അരി, പയറ്, പരിപ്പ്, കടല, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം ഉണ്ട്. ഞാനെല്ലാം ഒരു മാസത്തേക്ക് ഒന്നിച്ചങ്ങനെ വാങ്ങി വെക്കലാണ്. എല്ലാവരും ഓണത്തിന് സാധനമെല്ലാം എടുക്കുന്ന തിരക്കിൽ തന്നെ ആയിരിക്കും അല്ലേ. ഓണക്കോടി എടുക്കലും ഓണത്തിൻ്റെ സാധനം എടുക്കലും. ഇനി ഓണം ഇല്ല എന്ന് പറഞ്ഞാൽ ഓണ സമയത്ത് നമുക്കെന്തോ ഒരു തിരക്കുണ്ട്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഓണത്തിന് ഏകദേശം എനിക്കൊന്ന് പച്ചക്കറിയെല്ലാം നമ്മേനെ നട്ടിട്ടുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കൊണ്ടുവന്നതൊന്നും എൻ്റെ ഒരു ഓർമ്മയിലില്ല. എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്തായാലും. എന്താ വെച്ചാൽ ഉത്രാടത്തിനൊരു സദ്യയും ഓണത്തിനൊരു നല്ല അടിപൊളി സദ്യയും എൻ്റെ ചെറുപ്പത്തിൽ എന്തായാലും ഉണ്ടാവലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ടൊരു കുളുത്തുകൂടി ഉണ്ട് എല്ലാവർക്കും. ഈ ഓണത്തിൻ്റെ പഴയ കൂട്ടാനെല്ലാം കൂട്ടിയിട്ട് അതെല്ലാം എന്നിട്ട് ഓണം എന്ന് പറയുമ്പോൾ വേഗം ഓർമ്മ വരുന്നു. സാധനം നോക്കുന്നതിൻ്റെ അടുക്ക് അമ്മാളൂനി വേവിലാദ്യം എന്ന് വെച്ചാൽ പപ്പടം വാങ്ങിയിട്ടില്ലേ. നമ്മൾ പപ്പടമെല്ലാം 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം 2 പാക്കറ്റ് വാങ്ങിയെന്ന് പറയുമ്പം ഞാനില്ല എല്ലാ സാധനവും 1 കിലോ വാങ്ങുന്നതെല്ലാം അര കിലോ പാക്കറ്റായിട്ട് വാങ്ങും. എന്താ വെച്ചാൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഡബ്ബയിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പാക്കറ്റ് പൊളിക്കൂലും. അതുകൊണ്ട് ഇതെല്ലാം 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. എല്ലാം 1 കിലോനാണ് വാങ്ങിയിനി. പക്ഷേ എല്ലാം 2 പാക്കറ്റായിട്ടാണ് വാങ്ങിയിനി. അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ സെറ്റാക്കിയിട്ട് വെക്കൽ എനിക്ക് ഏറ്റവും മടിയിലെ പണിയാണ് കേട്ടോ. എന്നാലും ഞാൻ ഏകദേശം വന്നാൽ ഒരു ദിവസം മാക്സിമം എടുക്കാണ്ട് വെക്കും. പിറ്റേ ദിവസം ഞാനെല്ലാം സെറ്റാക്കി വെക്കലുണ്ട്. നിങ്ങളെല്ലാം അങ്ങനെ ഇത് കൊണ്ടുവന്നപാട് ഡബ്ബയിലിട്ട് വെക്കുമോ അല്ല അവിടെ തന്നെ വെക്കുമോ എങ്ങനെയെന്ന് എല്ലാം ഒന്ന് പറയണേ. വേറെ ഇപ്രാവശ്യം സ്പെഷ്യൽ വാങ്ങിയെന്ന് വെച്ചാൽ അമ്മാളൂട്ടി വന്നുകൊണ്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബ വാങ്ങി. പിന്നെ ഇത് വാങ്ങി ഒരു ബോട്ടിൽ പ്രോബയോട്ടിക്കിൻ്റെ തരി. ഇതെല്ലാം എപ്പം വാങ്ങുന്നത് തന്നെ. ഐസ്ക്രീം അങ്ങനെ വാങ്ങുകയില്ല കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിലേ വാങ്ങൂല ഐസ്ക്രീം. പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ ഒരു ചായപ്പാത്രം. അപ്പോൾ ചായപ്പാത്രം ഏകദേശം ഒരു കരിച്ച് ഞാൻ അതിനൊരു പരിവാക്കി വെച്ചു. അപ്പോൾ 2-3 ചായപ്പാത്രം എന്തായാലും എനിക്ക് വേണം. അങ്ങനെ ഒന്ന് സ്റ്റോക്ക് വേണം, 2 സാധാരണ എടുക്കുന്നത്. അങ്ങനെ 3 ചായപ്പാത്രം. അപ്പോൾ ഒരു ചായപ്പാത്രം വാങ്ങി. പിന്നെ ഒന്ന് വാങ്ങി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രം, മീനെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മറ്റേ കരണ്ടടുപ്പിലും വെക്കാം, സാധാ ഗ്യാസിലും വെക്കാം. പിന്നെ അതേപോലെ കുറച്ച് വലിയൊരു പാത്രം വേറെയും വാങ്ങി കേട്ടോ. അടുത്തത് വാങ്ങിയെന്ന് വെച്ചാൽ കുറച്ച് ചവിട്ടി. അപ്പോൾ മിനിഞ്ഞാന്ന് വീടെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി കുറച്ച് പുതിയ ചവിട്ടി വാങ്ങിയേക്കാണ്. അങ്ങനെ കുറച്ച് ചവിട്ടിയും വാങ്ങി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെല്ലാം എന്തിനും നമ്മളെ കാണിക്കുന്നതെന്ന്. ഇതൊന്നും ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. ഇതെല്ലാം ഒരു വെറുതെ രസം, അത്രയേ ഉള്ളൂ.